ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. എല്ലാവർക്കും പൊന്നൂസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സുഖമാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ പരമസുഖമാണ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴുള്ള പിന്നെ വീട്ടിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളാണ് കേട്ടോ ഈ വ്ളോഗിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത് 6 മണിയാണ്. 6 മണി കഴിഞ്ഞ് നേരെ പെരിന്തോള വന്നിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് നേരെ വീട്ടിലോട്ട് പോകുന്നത്. ഈ ഇറങ്ങുന്ന ടൈമിൽ തന്നെ ഞാൻ പൊന്നൂസിനെ വിളിക്കും. അവർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണോ, സ്കൂളിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് അതൊക്കെ മേടിച്ചുകൊണ്ടാണ് നേരെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് നാളെ ഒരു ചാർട്ട് വർക്കുണ്ട്. ആ ചാർട്ട് വർക്കിൽ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോസ് ഒട്ടിക്കണം, ആ ഫ്ലവേഴ്സിനെ കുറിച്ച് എഴുതണം. ഇതാണ് ചാർട്ട് വർക്ക്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. പശ ഒട്ടിക്കുക, ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ, ഇതൊക്കെ വാങ്ങണം. അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് പെരുന്തുള വർണ്ണത്തിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മലക്കറി വാങ്ങണം, മീൻ വാങ്ങണം, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഫോട്ടോ വാങ്ങിച്ചു, പശ വാങ്ങിച്ചു. പിന്നെ അവൾക്ക് ബോ വാങ്ങണമായിരുന്നു. അപ്പോൾ ബോ ഇതിവിടെ ബ്ലാക്ക് കളർ ബോയാണ് ഞാൻ നോക്കിയത്. അതിൽ പ്ലാസ്റ്റിക്കിൽ തന്നെ വീതി കൂടിയ ബോയുണ്ട്, വീതി കുറഞ്ഞ ബോയുണ്ട്. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ഞാൻ നോക്കിയതാണ്, നല്ല മോഡലാണ്. പക്ഷേ ഇത് വാങ്ങിച്ചിട്ട് കാര്യമില്ല, അവൾക്ക് 2 ദിവസം വയ്ക്കാനല്ലല്ലോ. സ്ഥിരമായിട്ട് വയ്ക്കണമെങ്കിൽ ഇപ്പം ഞാൻ ഇതായി രണ്ടാമതെടുത്ത ഈ ബോ തന്നെ വാങ്ങണം. ഇതിൽ വീതി ഉള്ളതുകൊണ്ട് വീതി കുറഞ്ഞതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വീതി കുറഞ്ഞത് മതിയെന്ന്. ഈ കാണിച്ച 2 ബോയ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ മറ്റേതാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മിനുക്ക് കാര്യങ്ങളൊക്കെ ഇളവും. ഇതാകുമ്പോൾ സ്ഥിരമായിട്ട് വെച്ചുകൊണ്ട് പോകാമല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് പൊട്ട് വാങ്ങണം. ഞാൻ സ്ഥിരമായിട്ട് വയ്ക്കുന്ന പൊട്ടെന്ന് പറഞ്ഞാൽ ഐടെക്സിൻ്റെ പൊട്ടാണ്. എന്തെങ്കിലും മാരേജ് ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരണമെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും മോഡലുള്ള പൊട്ട് വയ്ക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വയ്ക്കുന്നത് ഐടെക്സിൻ്റെ പൊട്ടാണ്. അതിൽ ഭയങ്കര വീതിയുള്ള പൊട്ടൊന്നും വയ്ക്കില്ല, വീതി കുറഞ്ഞൊന്നും വയ്ക്കില്ല. അപ്പം ഇതാകണ്ടില്ലേ, അതുപോലത്തെ പൊട്ടാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബണ്ണ് വാങ്ങണമായിരുന്നു. അങ്ങനെ ബണ്ണും വാങ്ങിച്ചു. ബണ്ണ് ഇത് നല്ല വില കുറവാണ് കേട്ടോ. 1 രൂപ 2 രൂപ എന്താണ് ഈ ബണ്ണിൻ്റെ വില. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോവാണ്. ഇതിനിടയ്ക്കിലും ഞാൻ മീൻ വാങ്ങിച്ചു. അത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് മീൻ വാങ്ങിച്ചു. ഇനി ഞാൻ നേരെ പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ കാണുന്ന കടയിൽ നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടും. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കുറച്ച് ദിവസം ഇട്ട് വാങ്ങുന്നത് പച്ചക്കറി. അപ്പം ഇവിടെ ഒരു ചേച്ചിയുണ്ട്. അപ്പം ഇന്ന് ചേച്ചി ഇല്ല, ഇന്ന് ചേട്ടനാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്ത് കാണിക്കാമെന്നത്. പെരുന്തള ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മേളിൽ തന്നെയാണ് കട ഇട്ടിരിക്കുന്നത്. ഒരു വീട് കുറച്ച് തൊട്ട് ബാക്കിലാണ്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവരിങ്ങനെ കച്ചവടം നടത്തുകയാണ്. മുട്ടയുണ്ട്, മാവുണ്ട്, പപ്പടമുണ്ട്, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. നമുക്കിപ്പോൾ പച്ചക്കറി മാത്രം മതി. അത് വാങ്ങിച്ചുകൊണ്ട് നേരെ വീട്ടിലോട്ട് പോകാം. അത് വേണ്ട, അതാരും കഴിക്കൂല. ക്യാരറ്റ് വേണ്ട, ബീട്രൂട്ട് മതി. ഓ കാടമുട്ട വേണ്ട, കാടമുട്ട തരുമോ? അത് തരണോ കാടമുട്ട? ഒരു കാടമുട്ട. എടുത്തോ? അയ്യോ മക്കളെ, വാങ്ങിച്ചില്ല മക്കളെ, വാങ്ങിച്ചില്ല. കടയിൽ മറന്നു വെച്ചെന്ന് തോന്നുന്നു. അമ്മ വാങ്ങിച്ചു, അത് കടയിൽ മറന്നു വെച്ചു. ഇപ്പം എന്തിരിക്കും? കുഴപ്പമുണ്ടോ നാളെ ചെയ്തോണ്ട് പോയില്ലെങ്കിൽ? എടുത്തില്ല പിന്നെ എന്തിനെന്ന് പറയണം? കുഴപ്പമില്ല, ഓരോ ദിവസം ചെയ്തോണ്ട് പോയില്ലെന്ന് പറയും, പ്രശ്നമില്ല.
അകത്ത് പോ. ഇതാണ് ഞാൻ പറഞ്ഞ ബോമ്മ. പിന്നെ അത് മതി, ഇതാണ് സ്കൂളിൽ വെച്ചോണ്ടാ നല്ലത്. അവൾ പറഞ്ഞു മറ്റേതൊക്കെ മൂന്നിൻ്റെ ഇതാവും. ആര് പറഞ്ഞു? അവിടെ നിൽക്കുന്ന ആ കൊച്ച് പൊട്ട് വാങ്ങിച്ച്. മറ്റേത് കിട്ടിയില്ലല്ലോ പൊട്ട്. കയറി 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 പോ മീനിരിക്കുന്ന പോ ഇടി പോടി കയറിപ്പോ. ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിക്കാൻ നോക്കിയതാണ്, വാങ്ങിച്ചില്ല എന്ന്. അവൾക്കറിയാം ഞാൻ വാങ്ങാതെ വരില്ല എന്ന്. അപ്പോൾ വാങ്ങിച്ചു. അവിടെ നിന്ന് എടുക്കാൻ മറന്നെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് വിശ്വസിച്ചു. വാങ്ങാതിരിക്കില്ലെന്നറിയാം. ചിലപ്പോൾ മറന്നു പോയെന്ന് പറഞ്ഞപ്പോൾ അവൾ വിശ്വസിച്ചതാണ്. എന്നിട്ട് ചിലപ്പോൾ വണ്ടിക്കകത്തായിട്ട് ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് വണ്ടി നോക്കിയപ്പോഴത്തേന് അതിനകത്ത് ഉണ്ടായിരുന്നു. സ്കൂളിലെ എന്ത് കാര്യം ഞാൻ വിട്ടുപോയാലും സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഞാൻ അവൾ വാങ്ങാൻ പറയുന്ന കാര്യങ്ങൾ എന്തായാലും ചാർട്ടായാലും ഇതുപോലെ ചെയ്യുന്ന വർക്കിൻ്റെ എന്തായാലും ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പോൾ എല്ലാം വാങ്ങിച്ചു കൊടുത്ത മീൻ നേരെ ഫ്രീസറിനകത്തോട്ട് കയറ്റി, അത് കഴിഞ്ഞിട്ട് പച്ചക്കറി ഇതിനകത്തോട്ട് കയറ്റി. എന്നിട്ട് ഞാൻ തേയിലയ്ക്കുള്ള സംഭവങ്ങൾ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാൻ നേരെ മേല് കഴുകാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം ഇത് അടുപ്പിൽ വെക്കുന്ന സമയത്ത് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് മേല് കഴുകിയിട്ട് വരും. തീ നല്ല കുറച്ച് വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇത് വെച്ചപ്പോൾ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ഇതാണ് ഭ്രാന്ത് വരും. കാരണം ഞാൻ ഇവിടെ രാവിലെ വെച്ച് അടുക്കി അതാത് സ്ഥലത്ത് വെച്ചിട്ട് പോയ സാധനങ്ങളായിരിക്കില്ല, തിരിച്ചു വരുമ്പോൾ ആ സാധനങ്ങൾ അവിടെ ഇരിക്കില്ല. ഇപ്പം അവൾ പിന്നെ കൊണ്ടുവരുന്ന ബാഗും കിറ്റും എല്ലാം കൂടെ കൊണ്ടുവന്ന് ചിലപ്പം സെറ്റിയുടെ പുറത്തോ അങ്ങനെ എവിടെയെങ്കിലും ചിലപ്പം ഈ ഹോളിൻ്റെ പുറത്ത് തന്നെ എടുത്ത് വെച്ചിരിക്കും, ഹോളിനകത്തെടുത്ത് വെച്ചിരിക്കും തറയിൽ. ഞാൻ പിന്നെ വന്നിട്ട് കണ്ടില്ല, അവിടെ തറയിലിരുന്ന സാധനമാണ് ഞാൻ എടുത്ത് ആ സ്റ്റെപ്പിൻ്റെ പുറത്തോട്ട് അങ്ങ് നീക്കി വെച്ചത്. ഒന്നും ഒതുക്കിയൊന്നും വയ്ക്കൂല അവൾ. പിന്നെ ചിലപ്പോൾ ദേഷ്യം വന്നിരിക്കുന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലും ഞാൻ നല്ല വഴക്ക് കൊടുക്കും. പിന്നെ ഞാൻ തന്നെ അതെടുത്തങ്ങ് വെച്ചു. പിടിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാത്തത്. അങ്ങനെ പിന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു. എന്നിട്ട് നേരെ കട്ടൻ ഇടാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. മേലെ കഴുകിയിട്ട് വന്നപ്പോഴത്തേനും കട്ടൻ സെറ്റായിട്ടുണ്ട്. അച്ഛന് മധുരം വേണ്ട, അച്ഛന് ഷുഗറുള്ള ആളാണ്. അല്ലെങ്കിൽ മധുരം എല്ലാം കുറച്ച്, എനിക്കായാലും പൊന്നൂസിനായാലും മധുരമെല്ലാം ഞാൻ കുറച്ച് ഇടുള്ളൂ. ഇവിടെ ചായക്ക് വലിയ പ്രിയമില്ല ഇവക്ക്. ഞാൻ ഇട്ട് കൊടുക്കുന്ന ചായയേക്കാളും ഇവക്ക് കൂടുതൽ ഇഷ്ടം കടയിലെ ചായ കുടിക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ അച്ഛനും അതായത് അപ്പൂപ്പനും എല്ലാം കടയിലെ ചായയാണ് ഇഷ്ടം. അവർക്ക് അച്ഛനും അപ്പൂപ്പനുമൊക്കെ അവർ പണ്ട് മുതലേ അങ്ങനെയാണ്, വളർന്നു വന്ന രീതി അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് കടയിലെ ചായ കുടിച്ചാലേ അവർക്ക് പറ്റത്തുള്ളൂ. വീട്ടിലങ്ങനെ ചായ കുടിക്കില്ല. വീട്ടിൽ ഞാൻ കട്ടനാണ് ഇടുന്നത്. പിന്നെ ഈ കൊച്ചിന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അത് ഇവൾക്ക് ചായ കുടിക്കേണ്ട പരുവായപ്പോഴേ അവൾക്ക് ആ പരുവ, ഇതൊക്കെ ഇവിടുത്തെ ഭാഷയാണ് കേട്ടോ. ചായ കുടിക്കേണ്ട ആ ഒരു പ്രായം ആയപ്പോഴേ ഇവൾക്ക് വീട്ടിലെ ചായ ഇഷ്ടമല്ല. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീട്ടിലെ ചായ അവൾക്ക് ഇഷ്ടമല്ല. വീട്ടിലെ ചായ ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ അങ്ങനെ വെച്ചിരിക്കും. പക്ഷേ കടയിലെ ചായ ആണെങ്കിൽ അവൾ വഴിച്ചങ്ങ് കുടിക്കും. അതാണ് അവളുടെ ഒരിത്. പിന്നെ വൈകുന്നേരം മിക്കവാറും അച്ഛൻ കടയിൽ കൊണ്ടുപോയി, അച്ഛൻ ചായ കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവളെയും കൂടെ കൊണ്ടുപോയിട്ട് ചായ ഒരു കടിയും വാങ്ങും. ഉള്ളിവടയാണെന്നുണ്ടെങ്കിൽ അവൾ ഫുള്ളും കഴിക്കും. പക്ഷേ വാഴയ്ക്കപ്പം ആണെന്നുണ്ടെങ്കിൽ വാഴയ്ക്കപ്പം പഴംപൊരി എന്നൊക്കെ പറയും, അതാണെന്നുണ്ടെങ്കിൽ ഇവൾ അകത്തെ പഴം അപ്പൂപ്പന് കൊടുത്തിട്ട് പുറത്ത് തൊലി മാത്രം അവൾ കഴിക്കും. അതാണ് നടന്നു വരുന്നത്. ചായ കടയിൽ നിന്ന് കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേനും ഞാൻ വന്നതാ കട്ട ഇട്ട് കൊടുക്കും. എല്ലാവരും കൂടെ നമ്മൾ മൂന്നരും കൂടെ ഇരുന്ന് കുടിക്കും. ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ അവക്കുള്ളത് ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും കട്ടൻ കുടിച്ചിട്ട് ചാർട്ട് വർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് കട്ടൻ്റെ കൂടെ എനിക്ക് മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ ഉഴുന്ന മുറുക്കാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മിക്കവാറും ഞാൻ അത് തന്നെയാണ് വാങ്ങുന്നത്. എനിക്ക് അച്ചപ്പമൊന്നും ഇഷ്ടമില്ല, മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്, മിക്സർ ഇഷ്ടമാണ്. അച്ചപ്പം എനിക്ക് കഴിക്കും കൊണ്ടുവന്ന്, എനിക്കിങ്ങനെ വെറുപ്പൊന്നുമില്ല. പക്ഷേ അച്ചപ്പത്തിനേക്കാളും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. മുറുക്ക് ഇവിടെ അച്ഛനും ഇഷ്ടമാണ്. രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിച്ച് ഇങ്ങനെ മുക്കി കുടിക്കും. അത് കഴിഞ്ഞിട്ടാണ് ചാർട്ട് വർക്ക് ചെയ്യുന്നത്. ചാർട്ട് വർക്ക് ചെയ്ത് തരുമ്പോൾ 8:30-9 മണിയാവും. അവളെ പഠിപ്പിച്ചൊക്കെ തീരുമ്പോഴത്തേന് 8:30-9 മണിയാവും. അത് കഴിഞ്ഞിട്ടാണ് നേരെ കാപ്പി ഉണ്ടാക്കുന്നത്. കാപ്പിയുടെ കൂടെ വെള്ളം ആണ് കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ചാർട്ട് വർക്കൊക്കെ ചെയ്ത് തീർന്നിട്ട് കാണാം.
അങ്ങനെ പൊന്നൂസിന് കുറച്ച് ചാർട്ട് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. ചാർട്ടിൽ വർക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ മീൻ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ കട്ട് ചെയ്ത് വെക്കാത്തത്. ഇനി മീൻ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നേരം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മീനൊന്നും എനിക്ക് കട്ടൊന്നും അടുത്ത് സ്വാഗതം. പൊന്നൊരു പാട്ട് പാടുമല്ലോ. പാടാ പാട്ട് പാട്. ആക്ഷൻ സോങ് പാട്. We are the buds in the garden. We are the stars in the sky. We are the buds in the garden. We are the stars in the sky. We are the children. We want to shine. We are the children. We want to shine. Happy Children's Day. Happy Children's Day. Happy Children's Day. Happy Children's Day. We are the light in the darkness. We are the future of the national. We are the light in the darkness. We are the future of the national. We are the children. We want to shine. We are the children. We want to shine. Happy Children's Day. Happy Children's Day. അപ്പോൾ നമുക്ക് കാപ്പി ഉണ്ടാക്കാം. എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ പൊന്നൂസിൻ്റെ ആക്ഷൻ സോങ്? ഇവർ കഴിഞ്ഞ ചിൽഡ്രൻസ് ഡേയുടെ അന്ന് ഇവർ ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്തതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കാണുന്നവർ ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. ശരി, അപ്പോൾ രാത്രിത്തെ ഫുഡെന്ന് പറയുന്നത് എനിക്കും പൊന്നൂസിനും ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയ്ക്ക് കറിയൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഗോതമ്പ് ദോശ കഴിക്കാം. കാരണം നല്ല കണ്ടോ ചപ്പാത്തി പോലെ നല്ല പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ നമ്മളന്ന് കഴിച്ചത് മാങ്ങ അച്ചാർ വെച്ചാണ് കഴിച്ചത്. പിന്നെ അച്ഛന് പുട്ടാണ് കേട്ടോ. പിന്നെ വേറെ വിശേഷം ഒന്നും ഇല്ല. ഇതൊക്കെയാണ് ഒരു ദിവസം ഈവനിങ് ഇങ്ങനെയാണ് നടന്നു പോകുന്നത്. പിന്നെ മീനൊക്കെ കഴുകാനും ഇറക്കാനൊക്കെ ഉണ്ടാവും. പിന്നെ അവർക്ക് ചാർട്ട് വർക്ക് ഉള്ളതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അപ്പോൾ ശരി, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു 5K ആക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു.